സാർ ഈ 2-3 ദിവസമായിട്ട് ജയറാമിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. എവിടെയുണ്ട്, ഒളിവിലാണെന്നൊക്കെ പല കമന്റുകളും വരുന്നുണ്ട്. നമുക്കറിയില്ല സത്യം എന്താണ്. SIT രക്ഷിച്ചു എന്ന് പലരും പറയുന്നു. കാരണം SIT രക്ഷിച്ചു എന്ന് പറയാൻ കാരണം SITക്ക് അകത്ത് തന്നെ ഒരു വിഭാഗീയത അല്ലെങ്കിൽ വിഭിന്നത വന്നു. അത് VIP ആണ്, ആ പരിഗണന കൊടുക്കണമെന്ന് ഒരു വിഭാഗം പറയുന്നു അത് വിശ്വാസ്യതയെ തകർക്കും, അതുകൊണ്ട് അത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജയറാമിനെ ഇപ്പം വിളിക്കും, ജയറാമൻ ക്യൂവിലാണ്, അറസ്റ്റ് ചെയ്യണോ, ചോദ്യം ചെയ്യണോ, മാപ്പുസാക്ഷിയാക്കണോ എന്നൊക്കെയുള്ളൊരു ക്യൂവിലാണ് ജയറാം. പക്ഷെ ആ ക്യൂവിൽ നിന്ന് ജയറാം പുറത്തായോ എന്നുള്ളൊരു സംശയം ഭക്തർക്ക് മുഴുവനുണ്ട്. കാരണം ജയറാമിനെ കുറിച്ചോ ഈ കടകംപള്ളിയെ ഇന്നിപ്പതാ പിടിച്ചു എന്ന് പറയുന്നത് പോലെ ജയറാമിനെ ഇപ്പതാ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ദിവസം 3-4 പക്ഷെ ജയറാമിനെ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്തിനാണ് ജയറാമിന്റെ വീട്ടിൽ ഈ വിഗ്രഹപ്പാളികൾ കൊണ്ടുവരും? ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള ബന്ധമെന്ത്, തന്ത്രിയും ജയറാമും തമ്മിലുള്ള ബന്ധമെന്ത്, ഇതൊന്നും ഇതുവരെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. VIP പരിഗണന കൊടുത്തോ ജയറാമിന്? പ്രേം നസീറിനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് എന്ന് പറഞ്ഞ പോലെ ജയറാമിനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങേണ്ട കാര്യമാണ്. കാരണം ഇത്രയധികം മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ സംശയാസ്പദമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്ത വന്നിട്ടും ഇദ്ദേഹം പിന്നെ തിരുവായിക്ക് എതിർവാ പറയാത്തതുപോലെ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല, ഉരിയാടിയിട്ടില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ മൗനം അവലംബിച്ചിരിക്കുക, വളരെ അർത്ഥഗർഭമായിട്ടുള്ള മൗനം. അതിൻ്റെ അർത്ഥം ജയറാമിന് എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ദുഷ്ട കഥാപാത്രം ജയറാമിൽ എന്തൊക്കെയോ വിഷങ്ങൾ കുത്തിവെച്ച് പ്രക്ഷാളനം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഫൗസ്റ്റസ് എന്ന് പറയുന്ന മെഫിസ്റ്റിനീസ് എന്ന് പറയുന്ന ആ ചെകുത്താൻ കഥാപാത്രം വളരെ സദാചാരപരമായി വൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറിൽ അഭിനിവേശിപ്പിച്ച ആ വികാരം പോലെ ഒന്ന് ജയറാമിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയ പ്രശ്നം. എല്ലാ മണ്ഡലകാലത്തും അവിടെ മല ചവിട്ടുന്ന ജയറാമിനെ ഈ കുറി അയ്യപ്പൻ്റെ അടുത്ത് പോലും കണ്ടില്ല. ഇനി മേലി ശബരിമല ചവിട്ടാൻ അദ്ദേഹം ധൈര്യപ്പെടുമോ എന്നുള്ളതും സംശയാസ്പദം. വളരെ കഷ്ടമുണ്ട്. അദ്ദേഹത്തിനെ പറ്റിച്ചതാണെങ്കിൽ അങ്ങനെ ഒരു ഈസി ടാർഗറ്റായിട്ട് അദ്ദേഹം നിന്നു കൊടുത്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 2 സംശയമുണ്ട്. നമുക്കറിയില്ല. നമ്മളിതിപ്പോൾ അദ്ദേഹം ഒരു കുറ്റവാളിയാണെന്ന് ആരോപിക്കുകയല്ല, പക്ഷേ അദ്ദേഹം ഉത്തരങ്ങൾ പറയാനുണ്ട്. അതാണ് പ്രശ്നം. ചില ലൂസ് സെൻസ് ഉണ്ട്. ജയറാമിൻ്റെ അവിടെ കൊണ്ടുപോയപ്പോൾ ജയറാം എന്തുകൊണ്ട് ഇത് എതിരേറ്റു വാങ്ങിയെന്നുള്ളത് വളരെ പ്രസക്തവും അതുപോലെ തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമായിട്ടുള്ള ഒരു ഉത്തരമാണ്. ആ ഉത്തരവിടെ SIT പോകുന്നില്ല, മറ്റാരും പോകുന്നില്ല. വേണ്ടേ? ഇതിനകത്ത് ബന്ധപ്പെട്ടിരുന്നവരെ എല്ലാം കണ്ണി ചേർത്ത് ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ആളെ ഏർപ്പെടുത്തണം. എങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിൻ്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകാൻ ഇടയായി? 30 ദിവസമാണ് ഇയാൾ ഇത് സാധാരണഗതി 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ആറാട്ട് കൊണ്ടാടുന്നത്. ഇയാൾ ആറാടിയത് ശബരിമലയിലെ ഈ അലങ്കാര വസ്തുക്കളുമായിട്ട് തമിഴ്നാടും കേരളവും ആന്ധ്രാപ്രദേശവും കർണാടകവും എല്ലാം ആറാടിയത് 37 ദിവസമാണ്. അത് വെറുതെയൊന്നും ആയിരിക്കുന്നില്ല എന്ന് എല്ലാവരും പറയുന്നത്. കാരണം അവിടെയാണല്ലോ ഈ അന്ധമായ ഭക്തി മൂത്തിട്ടുള്ള ആൾക്കാർ ധാരാളമായിട്ടുണ്ട്. അയ്യപ്പനെന്ന് കേട്ടാൽ അതിലെല്ലാം വിശ്വാസം ഉണ്ടാവുന്ന ഒരു ഭക്ത സംഘം അവിടെയുണ്ട്. അവരുമായിട്ടെല്ലാം സംഗമിച്ചു എന്നുള്ളതാണ് അറിയുന്നത്. ഇദ്ദേഹത്തിന് അതുപോലെ കർണാടകത്തിലെ വളരെ പോഷ് ഏറിയായിട്ടുള്ള വില കൂടിയ വീടുകൾ മാത്രമുള്ള ഏറിയായിട്ടുള്ള മല്ലേശ്വരം ഒരു മാർക്കറ്റ് പ്ലേസും കൂടിയാണ്. ആ മല്ലേശ്വരത്ത് സ്വന്തമായിട്ട് ഫ്ലാറ്റുണ്ട്. നമ്മുടെ IT കുട്ടികൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സ്വന്തമായിട്ടുണ്ടോ? വാടക വീടുകളിൽ കഴിയുന്നവരല്ലേ. അപ്പോൾ അതിന് വല്ല വരുമാനമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇതിനെ പ്രധാനമായിട്ടൊരു കഥാപാത്രം തന്നെയാണ് ജയറാം. സിനിമയിലെ കഥാപാത്രം പോലല്ല, ഈ രാഷ്ട്രീയ കാർട്ടൽ നാടകത്തിലെ ഒരു വലിയ കഥാപാത്രം തന്നെയാകുന്നു അദ്ദേഹം. ഈ ജയറാം അറിയാതെ ജയറാമിന്റെ വീട് ഒരു അന്താരാഷ്ട്ര റാക്കറ്റിനെ ഈ യഥേഷ്ട സഞ്ചരിക്കാനുള്ള ഒരു താവളമാക്കി മാറ്റിയോ ഉണ്ണികൃഷ്ണ പോറ്റി അടക്കമുള്ളവർ? അതെല്ലാം ഉത്തരം പറയേണ്ടത് ജയറാമാണ്. ജയറാം വിദേശത്തേക്ക് പലതവണ പോകുന്ന ഒരാളാണ്, സാധാരണഗതിയിൽ പോകുന്ന ആൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പലതവണ വിദേശത്തേക്ക് പോയി. ദുബായിലാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചത്. ദുബായ് ഇതിൻ്റെയൊക്കെ വലിയൊരു താവളം തന്നെയാണ്. അന്താരാഷ്ട്ര ലേലം വിളിയുടെ ഒരു വലിയ സംഭവ സ്ഥലം തന്നെയാണ് ദുബായ് എന്ന് പറയുന്നത്. വളരെയധികം പ്രശസ്തി ആർജിച്ച എല്ലാത്തരം കള്ളത്തരങ്ങളും നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ദുബായ്. എല്ലാത്തിനും ലൈസൻസാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് മദ്യപിക്കുകയോ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ദുബായ്.
ദുബായ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ഭാഗമല്ല, വ്യവസായ ലോകത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എല്ലാ ട്രേഡുകളും അവിടെ നടക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും കള്ളക്കടത്തുകളും ഹവാല പണത്തിൻ്റെ എല്ലാം കൂടി ഒരു കേന്ദ്രം കൂടിയാണ് ദുബായ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ദുബായിലിരുന്നാൽ മതി, എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും. എല്ലാത്തിലേക്കുമുള്ള ഈസി റൂട്ടാണ്, ഈസി ട്രാൻസിറ്റാണ് ദുബായ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അതിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇനി വേണ്ടത് ഒരു ഹേബിയസ് കോർപ്പസ് സ്യൂട്ട് കൊടുക്കുക ജയറാമിൻ്റെ എന്നുള്ളതാണ് കൊടുക്കുക. അപ്പോൾ മൗനമായിട്ടിരിക്കുന്നത് എവിടെ ഇതാ എന്തു ചെയ്യുന്നു, ഏത് ഷൂട്ടിലാണ്, ഈ കാര്യങ്ങളെല്ലാം അറിയണം. ഇപ്പോൾ 8-ാം തീയതി ഇപ്പോൾ ദിലീപിൻ്റെ കേസ് അതിൻ്റെ വിധി വരാൻ പോവുകയാണ് ഡിസംബർ 8-ന്. അതിനു മുമ്പ് തന്നെ ജയറാമിന് ഇതിലെ റോൾ എന്തായിരുന്നു? അദ്ദേഹം ശബരിമലയിൽ വന്ന ആരും ചോദ്യം ചെയ്തിട്ടില്ല. മേളപ്രമാണിയായിട്ട് പല ക്ഷേത്രങ്ങളിലും വന്നതിലാരും ചോദ്യം ചെയ്തിട്ടില്ല. മേളം വിസ്തരിച്ച് നടത്തിയതിലും മേളഗോപുരങ്ങൾ നാദഗോപുരങ്ങൾ സൃഷ്ടിച്ചതിലും അതിൽ മിടുക്കനായിരുന്നു. മണ്ഡലകാലത്ത് അദ്ദേഹം പറഞ്ഞ മണ്ഡലകാലത്ത് വരേണ്ടിയിരുന്നതാണ്, വന്നില്ല. അദ്ദേഹത്തിൻ്റെ മനപ്രയാസം കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചു വയ്ക്കേണ്ട ഉള്ളത് കൊണ്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അത് വലിയ ആന സ്വന്തമായിട്ടുണ്ട്, നമുക്കാർക്കും കുഴപ്പമില്ല. പശുക്കൾ ധാരാളമുണ്ട് വീട്ടിൽ, നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. വാട്ട് ഈസ് യുവർ റിലേഷൻസ് വിത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി? ദാറ്റ് ഈസ് ദ പെർട്ടിനന്റ് ആൻഡ് ആൻസറബിൾ ക്വസ്റ്റ്യൻ. ഉത്തരം കിട്ടേണ്ട ചോദ്യമാണ് ഭക്തലക്ഷങ്ങൾക്ക്. ദേവസ്വം ബോർഡിനും മന്ത്രിക്കൊന്നും അതിൽ താല്പര്യമില്ല. കാരണം ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ മന്ത്രിസഭയിലുള്ള പലരും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ കുലുങ്ങുമായിരിക്കും. അത് നമുക്ക് വേണ്ട. പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, എന്തിനാ ജയറാമിനി ആനയും അമ്പാരിയും ഒക്കെയുള്ള ജയറാമിനി ലക്ഷം നക്കാപ്പിച്ച് എന്തിനാ സ്വർണത്തിൻ്റെ വില? സ്വർണത്തിൻ്റെ വിലയ്ക്കല്ല അവിടെ വാല്യൂ. സ്വർണമെന്ന ലോഹത്തിന് അവിടെ വാല്യൂ ഇല്ല, അതിൻ്റെ പഴക്കത്തിനാണ് വാല്യൂ. നമ്മളൊക്കെ സാധനങ്ങൾ വിൽക്കുമ്പോൾ പഴക്കം കൂടുന്തോറും അതിൻ്റെ വില കുറയല്ലേ? പക്ഷേ ആൻറ്റിക് മാർക്കറ്റിൽ ഒരു സാധനത്തിൻ്റെ പഴക്കം എത്രമാത്രം പിന്നോട്ടാണോ അതിനനുസരിച്ച് വില കൂടുകയാണ്. പഴക്കത്തിനാണ് റേറ്റ്. മനസ്സിലായോ? അവിടെയാണ് ഈ പ്രശ്നം. ഇത് ആൻറ്റിക് മാർക്കറ്റിൽ, അതിനിവിടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് വ്യാപാരികളും ദല്ലാൾമാരും. സുഭാഷ് കപൂറിനെ പോലെയുള്ള ആൾക്കാർ, അവരിതെടുത്ത് പെരുമാറിയോ എന്നുള്ളിടത്താണ് നമ്മുടെ സംശയം ബലപ്പെടുന്നത്. അത്തരം ഒരു റാക്കറ്റിൽ അല്ലെങ്കിൽ അത്തരം ഒരു മാർക്കറ്റിൽ ഒരു കൂട്ടാളിയും പങ്കാളിയുമായിരുന്നോ നമ്മുടെ മഹാനടനായിട്ടുള്ള, തീർച്ചയായും ടാലൻറ്റഡ് ആയിട്ടുള്ള നടനായിട്ടുള്ള ജയറാം എന്നുള്ളിടത്താൻ? അതിനെയാണ് ഉത്തരം നമ്മൾ തേടേണ്ടത്. വളരെ പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ട് ജയറാമിനെ ചോദ്യം ചെയ്യുന്നില്ല? നമ്മൾ ആരും പറയുന്നില്ല അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കണോ, അറസ്റ്റ് ചെയ്യണോ. എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ പോയിട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ്റെ ദുബായിൽ വിറ്റ് കാണുമോ? വിറ്റ് വേറെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിരിക്കും 37 ദിവസം എടുത്തതെന്ന് നമുക്ക് വിശ്വസിച്ചുകൂടെ? അങ്ങനെയൊക്കെ നമുക്ക് സംശയിച്ചുകൂടെ? നമുക്ക് ഈ സത്യം അറിയണം. നമ്മൾ ഈ തൊഴുന്നത് യഥാർത്ഥമായിട്ട് അവിടെ ഇരിക്കുന്ന വിഗ്രഹമാണോ? പന്തളത്ത് രാജകൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് പതിവായിട്ട് തിരുവാഭരണങ്ങൾ അണിയിച്ചിരുന്ന വിഗ്രഹമാണോ? നമുക്കറിയാം പണ്ട് നടന്ന തീവെപ്പിൽ, അത് 1952 അല്ലേ, ആ നടന്ന തീവെപ്പിൽ അവിടുത്തെ വിഗ്രഹം പാടെ മഴുകൊണ്ട് വെട്ടിമുറിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. 4 മണിക്കൂർ നീണ്ട പ്രയത്നമായിരുന്നു. അതിനുശേഷം അതല്ല അവിടെ, പിന്നെ പുതിയൊരു വിഗ്രഹമാണ് അവിടെ വച്ചിരിക്കുന്നത്. പഞ്ചലോഹ വിഗ്രഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയതെടുത്തിട്ട് അത് കല്ലുകൊണ്ടുണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ട് മനോഹരമായ ഒരു മണിയായിട്ട് അതിൻ്റെ മുമ്പിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കാരണം അത്തരം പ്രോപ്പർട്ടികൾ സന്നിധാനത്ത് നിന്ന് പുറത്തു കൊണ്ടുപോയിപ്പിടാ. അതാണ് ഈ മനുഷ്യൻ ഒരുപക്ഷെ ബാംഗ്ലൂരും കടന്ന് ദുബായിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതും. ഒരുപക്ഷെ കള്ള മാർക്കറ്റിലെ വ്യാളികൾ അതെടുത്തുകൊണ്ട് വിദേശങ്ങളിലേക്ക് കടത്തിയിട്ടുള്ളതും അല്ല എന്നുള്ളതിന് തെളിവ് വേണ്ടേ? ആ തെളിവിന് വേണ്ടിയാണ് ജയറാമിനെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത്. ഇത് SITയുടെ അവകാശമല്ല, ഈ രാജ്യത്തെ ഭക്തജനങ്ങളുടെ അവകാശമാണ്. അവിടെ കാണിക്ക അർപ്പിക്കുന്ന, കഷ്ടപ്പെട്ട് കല്ലും മുല്ലും മലയും ചവിട്ടി അവിടെ കയറുന്ന ആൾക്കാരുടെ അവകാശമാണ്. 18-ാം പടി കടന്ന് സന്നിധാനത്തെത്തി ഒരു നിമിഷം നിർനിമേഷമായി നോക്കി നിന്ന് പിൻവാങ്ങുന്ന ഭക്തലക്ഷങ്ങളുടെ, അതിനുവേണ്ടി സ്വന്തം മരണത്തെപ്പോലും വകവയ്ക്കാതെ വർഷം തോറും അവിടെ വരുന്ന ഭക്തജന സഹസ്രങ്ങളുടെ പരമപവിത്രമായിട്ടുള്ള അവകാശം.